ആരാണ് ഈ പാണ്ടിക്കള്ളൻ സാമുവൽ ജെറോം? സാമുവൽ ജെറോം എന്ന അണ്ണാച്ചി ഒരു തരികിടയാണെന്നും ഇയാൾ കാസക്കുട്ടന്മാരുടെ ഏജന്റാണെന്നും പിരിവ് മാത്രം ലക്ഷ്യം വെച്ചിറങ്ങിയ തീവട്ടിയാണെന്നും ITV ന്യൂസ് നേരത്തെ തന്നെ വെളിപ്പെടുത്തിയത് ശരിവെക്കുന്ന തരത്തിൽ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. സാമുവൽ ജെറോം അഭിഭാഷകനല്ലെന്നും മധ്യസ്ഥതയുടെ പേരിൽ വ്യാപകമായി പണം പിടുങ്ങുവാൻ ഇറങ്ങിയ കള്ളനാണെന്നുമായിരുന്നു തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. BBC ചാനലിനോട് പറഞ്ഞതുപോലെ അഭിഭാഷകനല്ല, നിരവധി പ്ലാറ്റ്ഫോമുകളിൽ നിന്നും മധ്യസ്ഥതയുടെ പേരിൽ എണ്ണമില്ലാത്തത്രയും പണം ഇദ്ദേഹം ശേഖരിക്കുകയാണ്. പുതുതായി $40,000 ശേഖരിച്ചത്. സാമുവൽ ജെറോം അഭിഭാഷകനല്ലെന്നും പ്രതിയുടെ കുടുംബത്തിന്റെ യമനിലെ പ്രതിനിധിയായി പവർ ഓഫ് അറ്റോർണിയുള്ള ആൾ മാത്രമാണെന്നും അദ്ദേഹം പറയുന്നു. മാത്രമല്ല, സാമുവൽ ഈ കേസിൽ ഇതുവരെ കാര്യമായ യാതൊരു ഇടപെടലും നടത്തിയിട്ടില്ലെന്നും ഇന്നേ വരെ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് ഞങ്ങളെ ബന്ധപ്പെടുകയോ വിളിക്കുകയോ ഒരു ടെക്സ്റ്റ് മെസ്സേജ് പോലും അയച്ചിട്ടില്ലെന്നും മഹദി പറയുന്നു. മറിച്ചാണെന്ന് തെളിയിക്കുവാൻ ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്നു എന്നും അദ്ദേഹം പറയുന്നു. നിമിഷപ്രിയയുടെ വധശിക്ഷ പ്രഖ്യാപിച്ചതിന് ശേഷം അദ്ദേഹത്തെ സനയിൽ വെച്ച് കണ്ടിരുന്നു എന്നും അദ്ദേഹം വളരെ സന്തോഷവാനായിരുന്നു, എന്നോട് അഭിനന്ദനങ്ങൾ എന്ന് പറയുകയും ചെയ്തു. അതിന് തൊട്ടു പിന്നാലെ മലയാള മാധ്യമങ്ങളിൽ വന്നിരുന്ന് അദ്ദേഹം മധ്യസ്ഥനായി പ്രത്യക്ഷപ്പെടുകയായിരുന്നു. തലാലിന്റെ കുടുംബവുമായി ചർച്ച ചെയ്യുവാൻ $20,000 വേണ്ടി അഭ്യർത്ഥിക്കുന്നത് ഞാൻ കണ്ടു. മാധ്യമങ്ങളിലൂടെ മാത്രം അറിഞ്ഞ അദ്ദേഹം മധ്യസ്ഥതയ്ക്ക് വേണ്ടി ഞങ്ങളുടെ ചോര ഊറ്റുകയാണ്. സത്യം ഞങ്ങൾക്കറിയാം. അദ്ദേഹം കള്ളം പറയുന്നതും വഞ്ചനയും അവസാനിപ്പിച്ചില്ലെങ്കിൽ അത് ഞങ്ങൾ വെളിപ്പെടുത്തുമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറയുന്നു. ചുരുക്കം പറഞ്ഞാൽ ഈ സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലും കമ്മിറ്റിയും ഒക്കെ അഴിച്ചു പിരിഞ്ഞു. പല തട്ടിൽ നിന്ന് ഇപ്പോൾ തമ്മിലടിക്കുകയാണ്. ആക്ഷൻ കൗൺസിലിന്റെ ഭാഗമായിരുന്ന സാമുവൽ അണ്ണാച്ചി 2024 $44,000, ഏതാണ്ട് 40 ലക്ഷത്തിനടുത്ത് രൂപ മധ്യസ്ഥ ചർച്ചയ്ക്കെന്നും വിധിപ്പുറപ്പിന്റെ സർട്ടിഫിക്കറ്റ് കോപ്പിക്കെന്ന പേരിലും കൊണ്ടുപോയി എന്നും പറയുന്നു. കോടികൾ ഇവർ പിരിച്ചിട്ട് ഇതുവരെ എന്ത് ചെയ്തു? സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ നിയമസമിതി കൺവീനർ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ പറയുന്നത് കേൾക്കുക. നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ ഭാഗമല്ല ഈ പറയുന്ന സാമുവൽ ജെറോം എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം 2024 ഡിസംബറിൽ സ്വമേധയാ ഞങ്ങളുടെ ഗ്രൂപ്പ് വിട്ട് പുറത്തു പോയതാണ്. അദ്ദേഹത്തിന് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ കൊടുത്ത $40,000 എന്തിനു ഉപയോഗിച്ചു, ആ ചർച്ചയുടെ വിശദാംശങ്ങൾ അറിയിക്കാൻ വേണ്ടി പറഞ്ഞ സമയത്ത് നമ്മൾ ഈ മാധ്യമങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഞങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് നിങ്ങളോട് മറുപടി പറയാൻ എനിക്ക് സൗകര്യമില്ല, നിങ്ങൾ പണം അയച്ചു തന്നാൽ മതി എന്നുള്ള ധാർഷ്ട്യമുള്ള മറുപടി പറഞ്ഞ സമയത്ത് അത് അങ്ങനെ കഴിയില്ല, അക്കൗണ്ടബിൾ ആയി ഞങ്ങൾ ക്രൗഡ് ഫണ്ടിലൂടെ ഉണ്ടാക്കിയ പണമാണ്, അത് കൃത്യമായി ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യണം എന്ന് പറയുന്ന സമയത്ത് എന്ത് ചർച്ചകളാണ് നടക്കുന്നത് എന്ന് പറഞ്ഞ സമയത്ത് അതിൽ സൗകര്യമില്ല എന്ന് പറഞ്ഞ് സ്വമേധയാ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ ഗ്രൂപ്പിൽ നിന്ന്, ഇത് കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഗ്രൂപ്പിൽ നിന്ന് ഔദ്യോഗികമായി ഇറങ്ങിപ്പോയ ആളാണ്. 2024 ഡിസംബർ തൊട്ട് സാമുവൽ ജെറോമുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീ കാന്തപുരത്തെ അപമാനിക്കുന്ന, ഈ ചർച്ചകൾക്ക് നിരന്തരം കാന്തപുരത്തെ അപമാനിക്കുന്ന തരത്തിൽ സാമുവൽ ജെറോമിനോടൊപ്പം മറ്റ് പ്രസ്താവനകൾ നടത്തുന്ന ദീപ ജോസഫ് എന്ന് പറയുന്ന, അതോടൊപ്പം തന്നെ ബാബു ജോൺ എന്ന് പറയുന്ന ആളുകളെല്ലാം ഞങ്ങൾ ഇന്നലെ ഈ പറയുന്ന നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ ഭാഗത്ത് നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. അവരും ഇപ്പോൾ ഇതിന്റെ ഭാഗമല്ല എന്നുള്ള കാര്യം കേരളീയ സമൂഹത്തെ ഞങ്ങൾ ഈ ചാനലിലൂടെ അറിയിക്കുകയാണ്. ഇതിന്റെ ഈ ക്രെഡിറ്റ് കാർഡിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടി ഞാനൊന്ന് പറഞ്ഞു തരാം. ഇത് ആരംഭിക്കുന്നത് ഈ സാമുവൽ ജെറോം അവകാശപ്പെടുന്നത് 2017 തൊട്ട് അദ്ദേഹം ഈ നിമിഷപ്രിയ കേസുമായി മുന്നോട്ട് പോകുന്നു. ഞങ്ങളെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്ന ഏക ആക്സസ് എന്ന് പറയുന്നത് സാമുവൽ ജെറോം മാത്രമായിരുന്നു. അവിടെ ഔദ്യോഗികമായി യമനിൽ തുടരുന്ന ഏക ഇന്ത്യക്കാരൻ എന്നുള്ള, അല്ലെങ്കിൽ സർക്കാരിന്റെ അംഗീകാരത്തോടു കൂടി അവിടെ തുടരുന്ന ഏക ഇന്ത്യക്കാരൻ സാമുവൽ ജെറോം ആണ് എന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് മറ്റ് ആക്സസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ സാമുവൽ ജെറോം ഞങ്ങളുടെ ഈ സമയത്ത് ഈ ചർച്ച നടത്തുന്നത് വരെ ഞങ്ങൾക്ക് നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധിച്ച ട്രയൽ കോടതിയുടെ ഉത്തരവോ അതല്ലെങ്കിൽ അതിനുശേഷം പിന്നീട് അപ്പീൽ കോടതിയുടെയോ സുപ്രീം ജുഡീഷ്യൽ കൗൺസിലിന്റെയോ ഉത്തരവ് ഈ നിമിഷം വരെ ഞങ്ങൾക്ക് തന്നിട്ടില്ല. $4,000 ഈ 3 ഉത്തരവുകളുടെ വിധിപ്പകർപ്പുകൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി, സർട്ടിഫൈഡ് കോപ്പി ലഭ്യമാക്കുന്നതിന് ആക്ഷൻ കോടതി കൊടുത്തതാണ്. 2 തവണയായി $20,000 $40,000 ചർച്ചകൾക്കായി സാമുവൽ ജെറോം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സാമുവൽ ജെറോമിനും അവിടുത്തെ അഭിഭാഷകനും ഇന്ത്യൻ എംബസി വഴി ഞങ്ങൾ അയച്ചു കൊടുത്തതാണ്. അതിന്റെ കണക്ക് ചോദിച്ചപ്പോഴാണ് സാമുവൽ ജെറോം ഞങ്ങളോട് മോശമായി പെരുമാറുകയും കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തത്. അപ്പോൾ ഇത്തരത്തിൽ വളരെ മോശമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്താണ് കഴിഞ്ഞ വർഷം ഈ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ മകൻ ഹക്കീം അസരി ഇവിടെ ഡൽഹിയിൽ വരുന്ന സമയത്ത് അദ്ദേഹത്തെ ഞാൻ നേരിൽ പോയി കാണുകയും ഈ സഹായത്തെ, ഈ ചർച്ചകൾക്കകത്തുള്ള സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു. ആ സമയത്ത് കാന്തപുരം ഉസ്താദിന് ചില ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നിമിഷപ്രിയയ്ക്ക് ഇത്തരം ഒരു നിർണായകമായ അവസരം എത്തിയിരുന്നില്ല. പിന്നീട് നിമിഷപ്രിയയുടെ വധശിക്ഷ തീരുമാനിക്കപ്പെടുന്ന സമയത്ത് ഞങ്ങൾ തന്നെ ഔദ്യോഗികമായി ആക്ഷൻ കൗൺസിലിന്റെ ഭാരവാഹികൾ തന്നെ കേരളത്തിലെ ആളുകൾ ശ്രീമതി കുഞ്ഞമ്മദ് കുരാശുണ്ടും അതോടൊപ്പം തന്നെ സജീവ് കുമാർ എന്നിവർ
കാന്തപുരം ഉസ്താദിനെ നേരിട്ട് പോയി കാണുകയും അദ്ദേഹത്തോട് സഹായം അഭ്യർത്ഥിക്കുകയും ഇന്നലെയും അദ്ദേഹത്തിന്റെ മർക്കസിലെത്തി പിന്നെ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ ഭാരവാഹികൾ അദ്ദേഹത്തോട് ചെയ്ത പ്രവർത്തനങ്ങൾക്കുള്ള നന്ദി അറിയിക്കുകയും തുടർ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ പൂർണ്ണമായും നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും അദ്ദേഹത്തിന്റെ സംഘടനയും നടത്തുന്ന ഈ ചർച്ചകളുടെ കൂടെയാണ്. ഞങ്ങൾ പൂർണ്ണമായും ഈ ചർച്ചകളോടൊപ്പം നിന്നുകൊണ്ട് നിമിഷപ്രിയയെ മോചിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം കേരളീയ സമൂഹത്തോട് വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. മറ്റു തരത്തിലുള്ള തെറ്റിദ്ധാരണകളൊന്നും അല്ലെങ്കിൽ ഇപ്പോൾ ഈ ക്രെഡിറ്റ് വിവാദം ഉന്നയിച്ചുകൊണ്ട് വരുന്ന ആരും ഇപ്പോൾ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ ഭാഗമല്ല. ഞങ്ങൾക്ക് മറ്റൊരു മാർഗം തുറന്നു കിട്ടിയ സമയത്ത് ഞങ്ങൾ ആ മാർഗം ഉപയോഗിക്കുന്ന സമയത്താണ് ക്ഷുഭിതനായി തനിക്ക് ഈ പറയുന്ന തന്റെ കയ്യിൽ നിൽക്കുമായിരുന്ന ചർച്ചകൾ അല്ലെങ്കിൽ അതിന് ചില താല്പര്യങ്ങളുണ്ട്. കാരണം ഇതുവരെ ഈ പറയുന്ന കാന്തപുരം ഉസ്താദുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചകൾ നടക്കുന്നതിന് ഒരു രൂപ പോലും അദ്ദേഹം ഞങ്ങളോട് ആവശ്യപ്പെട്ടില്ല, മർക്കസ് ആവശ്യപ്പെട്ടില്ല. അതിന്റെ ചെലവുകൾ മുഴുവൻ പിന്നെ യമനിലുള്ള ഈ പറയുന്ന പണ്ഡിത വര്യന്മാരെ തന്നെയാണ് വഹിക്കുന്നത്. പക്ഷേ ഇവിടെ ചർച്ച നടക്കുന്നതിന് മുൻപേ തന്നെ $40,000 പ്രാഥമികമായ ചർച്ചകൾക്ക് വേണമെന്ന് പറയുകയും ആ $40,000 അയച്ചു കൊടുത്തതിന് ശേഷം എന്ത് ചർച്ച നടന്നു, ആരുമായി ചർച്ച നടന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് ഇപ്പൊ ഞങ്ങളോട് അന്ന് പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന്റെ പിതാവുമായി, തലാലിന്റെ പിതാവുമായി ചർച്ച നടക്കുന്നു, അവിടുത്തെ ഗോത്ര തലവന്മാരുമായി ചർച്ച നടക്കുന്നു, അദ്ദേഹത്തിന്റെ സഹോദരനുമായി ചർച്ച നടക്കുന്നു എന്നുള്ള കളവായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ പറയുന്ന ദൗർബല്യത്തെ, കാരണം ഞങ്ങൾക്ക് മറ്റാരും ഇല്ല അവിടെ ഇടപെടാൻ വേണ്ടി. നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ എംബസി ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ ഡൽഹി ഹൈക്കോടതിയിൽ 3 റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുള്ളതാണ്. കേന്ദ്ര സർക്കാർ 3 റിട്ട് പെറ്റീഷനകത്തും ഇപ്പോൾ അവസാനം സുപ്രീം കോടതി നിൽക്കുന്ന, നാളെ സുപ്രീം കോടതി പരിഹരിക്കുന്ന റിട്ട് പെറ്റീഷനകത്തും ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകണം എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ സമയത്തും നേരത്തെ നമ്മൾ തന്നെ കണ്ടിട്ടുള്ളതാണ്, കഴിഞ്ഞ തവണ പരിഗണിക്കുന്ന സമയത്ത് കേന്ദ്ര സർക്കാർ തങ്ങളുടെ നിസ്സഹായാവസ്ഥ പറഞ്ഞു. ഡൽഹി ഹൈക്കോടതിയിൽ വരുന്ന സമയത്തും അവരുടെ നിസ്സഹായാവസ്ഥ പറയുകയും എന്നിട്ടാണ് ഡൽഹി ഹൈക്കോടതി അമ്മയ്ക്ക് പോകാനുള്ള യാത്രാനുമതി തരുന്നത്. അമ്മയുടെ യാത്രാനുമതിയെ പോലും അന്ന് സർക്കാർ വളരെ ശക്തിയുക്ത എതിർത്തതാണ്. പക്ഷെ കോടതി പറഞ്ഞു നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ അമ്മ പോയി ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡൽഹി ഹൈക്കോടതി അന്ന് ആ യാത്രാനുമതി തരുന്നത്. അപ്പോ അത്തരത്തിൽ ഞങ്ങൾ ഒരുപാട് നിയമ പോരാട്ടം നടത്തി. ഞങ്ങൾ സർക്കാരിനൊപ്പമാണ്. ഞങ്ങൾ ഇതിൽ ആര് വരുന്നോ, ആര് വന്നാലും ഈ പിന്നെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി വന്നാലും അവർക്കൊപ്പമാണ്. അങ്ങനെ ഒരു അവസരമാണ് ശ്രീ കാന്തപുരത്തിലൂടെ ഞങ്ങൾക്ക് തുറന്നു കിട്ടിയത്. ആ അവസരത്തിൽ ഞങ്ങൾ പൂർണ്ണമായും അദ്ദേഹത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. നേരത്തെ പിന്നെ ഈ അദ്ദേഹം പറഞ്ഞിരുന്ന ചർച്ചകൾ നടന്നിരുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും അതൊരിക്കലും കുടുംബമായുള്ള ചർച്ചകളായിരുന്നില്ല എന്നുള്ള കാര്യം ഇപ്പൊ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് ഈ പറയുന്ന അവിടുത്തെ പണ്ഡിത വര്യന്മാരിലൂടെ ഈ കുടുംബത്തിലേക്ക് എത്താൻ വേണ്ടി സാധിച്ചിരിക്കുന്നത്. ഇപ്പോൾ വളരെ സക്രിയമായ ചർച്ചകൾ നടക്കുന്നുണ്ട്, ആശാവഹമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. ആ ചർച്ചകൾ പൂർണ്ണതയിൽ എത്തിക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. അതിന് തുരങ്കം വെക്കുന്ന ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകരുത് എന്നുള്ള ഒരു അഭ്യർത്ഥന മാത്രമാണ് ആക്ഷൻ കമ്മിറ്റിക്ക് വേണ്ടി പറയാനുള്ളത്. കാസാക്കുട്ടന്മാരുടെ ഒരു കോക്കസ്, അണ്ണാച്ചി സാമുവൽ, ബാബു ജോൺ, കത്തോലിക്ക സഭയിലെ പാതിരിമാരുടെ ഒരു സിൽബന്ധിച്ചി, സുപ്രീം കോടതി അഭിഭാഷക എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു കേസില്ല അമ്മച്ചിയൊക്കെ ചേർന്നാണ് ഈ വിഷയത്തെ കൊയ്ത്തിനുള്ള സുവർണാവസരമാക്കി മാറ്റിയത്. സുപ്രീം കോടതിയുടെ മുന്നിൽ നിന്ന് ആരുടെയോ ഫയലും എടുത്തു പിടിച്ചു നിന്ന് ഫോട്ടോ എടുത്തത് ഫേസ്ബുക്കിൽ ഇട്ട് കളിക്കുന്ന ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാത്ത ഈ അമ്മച്ചിയെ അടക്കം അറസ്റ്റ് ചെയ്താൽ സകല തട്ടിപ്പുകളും പുറത്തുവരും. സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ ഇതുവരെ എത്ര കോടി നാട്ടുകാരിൽ നിന്നും പിരിച്ചു? എന്ത് അന്വേഷണം നടത്തിയിട്ടാണ്, എന്ത് വിശ്വസിച്ചാണ് ഇവർ അണ്ണാച്ചി സാമുവലിന് $44,000 അയച്ചു കൊടുത്തത്? ഈ കേസുമായി ബന്ധപ്പെട്ട് കാശ് പിരിച്ചതല്ലാതെ ഈ ആക്ഷൻ കൗൺസിൽ ഇതുവരെ എന്ത് ചെയ്തു? അതിന് എന്ത് പ്രയോജനം ഇതുവരെ കിട്ടി എന്നവർ വെളിപ്പെടുത്തണം. കുറഞ്ഞപക്ഷം മറുനാടൻ ഷാജനെങ്കിലും അതിന് മുൻകൈയെടുക്കണം. ഇവന്മാർക്ക് ക്ലീൻ ചിറ്റ് നൽകി ഷാജനാണ് ഇവന്മാരുടെ ഫണ്ട് പിരിവിനായി ബിഗ് ക്യാമ്പയിൻ ആരംഭിച്ച് കോടികൾ പിരിക്കുവാൻ അവസരമുണ്ടാക്കി കൊടുത്തത്. അതുകൊണ്ട് ഇവന്മാർ എത്ര കോടി പിരിച്ചു, ആ പണം എന്ത് ചെയ്തു എന്ന് ഷാജൻ സ്കറിയ തന്നെ പറയണം. ഇതുവരെ ഇവന്മാരെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് ആ പണം എത്രയും വേഗം തിരികെ കൊടുക്കുവാനുള്ള ക്രമീകരണങ്ങളും ഷാജൻ ചെയ്യണം. ആക്ഷൻ കൗൺസിലിന്റെ ട്രഷറർ കുഞ്ഞഹമ്മദിനെ ഫോണിൽ വിളിച്ചിട്ട് അയാൾ ഫോണും എടുക്കുന്നില്ല. തമാശ അതല്ല. നാട്ടുകാരുടെ കോടികൾ പിരിച്ചു തട്ടിച്ച് പുട്ടടിച്ചു കൊണ്ടിരിക്കുന്ന സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിന് ഒരു നിവേദനം നൽകി പോലും. നിമിഷപ്രിയയുടെ മോചനത്തിനുള്ള ചർച്ചയ്ക്കായി മധ്യസ്ഥ സംഘത്തെ യമനിലേക്ക് അയക്കണമെന്നാവശ്യപ്പെട്ടാണ് അവർ നൽകിയത്. ഇപ്പോഴാണ് ഇവന്മാർക്ക് വെളിവുണ്ടായത്. ഇതുവരെ എന്ത് മധ്യസ്ഥ ചർച്ചകൾക്കാണ് ഇവന്മാർക്ക് വഴിവെട്ടുവാൻ സാധിച്ചത്? ആക്ഷൻ കൗൺസിലിന്റെ പ്രതിനിധികളായ KR സുഭാഷ് ചന്ദ്രൻ, NK കുഞ്ഞമ്മദ് കൂരാച്ചുണ്ട്, സജീവ് കുമാർ എന്നിവരെയും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പ്രതിനിധികളായി ഹുസൈൻ സഹാഫി, ഹാമിദ് എന്നിവരെയും ഉൾപ്പെടുത്തി മധ്യസ്ഥ സംഘത്തെ അയക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനാണ് ഇവർ നിവേദനം നൽകിയിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ കാന്തപുരത്തിൻ്റെ പുറകിൽ നിന്നാൽ ആ ക്രെഡിറ്റും അടിച്ചെടുക്കാം, കാശിൻ്റെ കണക്കും ആരും ചോദിക്കില്ല. കാന്തപുരമാകുമ്പോൾ ഇവന്മാരുടെ പണവും ആവശ്യമില്ല. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് നിമിഷപ്രിയയുടെ വധശിക്ഷാ തീയതി മാറ്റാൻ സാധിച്ചത്. അതിന് അദ്ദേഹം ആരോടും ഒരു നയാ പൈസ പോലും വാങ്ങിയിട്ടില്ല. നാട്ടുകാരുടെ കയ്യിൽ നിന്നും കോടികൾ ഫണ്ട് വാങ്ങിയ ആക്ഷൻ കൗൺസിലിന് ഇതുവരെ ഒന്നും ചെയ്യാനും സാധിച്ചിട്ടില്ല.
പിന്നെ ഈ കാബർക്കുകൾ എന്തിനാണ് യമനിലേക്ക് പ്രതിനിധികളായി പോകുന്നത്? ഇവന്മാർക്ക് മലയാളം പോലും നേരെ ചൊവ്വെ പറയാൻ അറിയില്ല. പിന്നെ ഇവന്മാരുടെ ആവശ്യം എന്തിനാണ്? കേന്ദ്ര സർക്കാരിന് ഒരു നിവേദനം കൊടുക്കാനാണോ ഒരു ആക്ഷൻ കൗൺസിൽ? കേന്ദ്ര സർക്കാർ ഈ ഫണ്ട് കള്ളന്മാരെ ഓടിച്ചുവിട്ട് കേന്ദ്ര സർക്കാർ പ്രതിനിധികളെയും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പ്രതിനിധികളെയും ഉൾപ്പെടുത്തി ഒരു ദൗത്യസംഘത്തെ അയക്കുക. ഫണ്ട് തട്ടിയതിന്റെ കണക്ക് പറയണം എന്ന് പേടിച്ചാണ് ഇപ്പോൾ ഈ ആക്ഷൻ കൗൺസിലുകാരന്മാർക്ക് അനക്കം വെച്ചത്. അതുപോലെ കുളം കലക്കുന്ന കാസയും കത്തോലിക്ക സഭയും ചെയ്യേണ്ടുന്നത്, നിങ്ങൾക്ക് പ്രാപ്തിയുണ്ടെങ്കിൽ വത്തിക്കാനെ ഇതിൽ ഇടപെടുത്തി നിമിഷയുടെ മോചനം സാധ്യമാക്കുക. സാധിക്കില്ലെങ്കിൽ പറ്റാവുന്നവർ അത് ചെയ്യട്ടെ, നിങ്ങൾ കണ്ടിരിക്കുക. നിങ്ങളുടെ കേസില്ലാ സുപ്രീം കോടതി അമ്മച്ചിയോട് അനാവശ്യ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ട് പ്രശ്നം വഷളാക്കരുത് എന്ന് മാത്രം താക്കീത് ചെയ്യുക. ആ പാണ്ഡി സാമുവലിനെയും ആ വഴിക്ക് കണ്ടേക്കരുത് എന്നും പറയുക. ഈ അണ്ണാച്ചി സാമുവൽ എവിടുത്തെ വ്യവസായിയാണ്? ഇവൻ എന്ത് വ്യവസായമാണ് ചെയ്യുന്നത്? ഒരു പെട്ടിക്കട നടത്തുന്നതിന് പോലും ഇതുപോലെ തേരാപ്പാര നടക്കാൻ പറ്റുമോ? നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് യമനിൽ നടക്കുന്ന മധ്യസ്ഥ ചർച്ചയിൽ കേന്ദ്ര സർക്കാർ പ്രതിനിധികളെ കൂടി പങ്കെടുപ്പിക്കണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ആവശ്യപ്പെട്ടു. രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് വിദേശകാര്യ വകുപ്പുമായി ചേർന്നുകൊണ്ടുള്ള യോജിച്ച നീക്കം നടത്തുമെന്നും കാന്തപുരത്തിൻ്റെ ഓഫീസ് അറിയിച്ചു. നയതന്ത്ര ചർച്ചയുടെ തുടർച്ചയായും നിയമപരമായ കാര്യക്ഷമതയും ഉറപ്പുവരുത്തുന്നതോടൊപ്പം കേസിൻ്റെ സാംസ്കാരികമായ സെൻസിറ്റിവിറ്റി കൂടി മനസ്സിലാക്കിയുള്ള യോജിച്ച പ്രവർത്തനങ്ങൾക്ക് തുടർ നടപടികളെ ഫലപ്രദമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയൂ എന്നതിനാലാണ് ഇങ്ങനെയൊരു യോജിച്ച നീക്കത്തിന് രൂപം നൽകിയിരിക്കുന്നത്. തുടർ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണയും പ്രാതിനിധ്യവും വേണമെന്ന് ഗ്രാൻഡ് മുഫ്തി ഓഫീസ് കേന്ദ്ര സർക്കാരിനെയും യമനിലെ മധ്യസ്ഥരെയും അറിയിച്ചിരുന്നു. നിമിഷപ്രിയയുടെ കാര്യത്തിൽ യമന്റെ നിയമവ്യവസ്ഥകൾ കാത്തു നിന്നുകൊണ്ടുള്ള അവസാനത്തെ സാധ്യതയാണ് കുടുംബത്തിൻ്റെ ദയതേടൽ. കഴിഞ്ഞ ആഴ്ച വരെയും ഈ അവസരം ഉപയോഗപ്പെടുത്തുവാൻ കഴിഞ്ഞിരുന്നില്ല. അത് ലഭ്യമാക്കിയ ശേഷമേ നിമിഷപ്രിയയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കാവൂ എന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ യമനി സൂഫി പണ്ഡിതന്മാർ മുഖേന ആവശ്യപ്പെട്ടതനുസരിച്ചാണ് കുടുംബം ചർച്ചയ്ക്ക് തയ്യാറായതും 16-ാം തീയതി നിശ്ചയിച്ച വധശിക്ഷ നീട്ടിവെച്ചതും. ഇതേ തുടർന്ന് ലഭ്യമായ സൗകര്യം ഉപയോഗപ്പെടുത്തി കുടുംബത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുവാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. കുടുംബത്തോട് സംസാരിക്കുവാൻ യമനിലെ കാന്തപുരത്തിൻ്റെ പ്രതിനിധികളുടെ സേവനം ഉപയോഗപ്പെടുത്തുന്നതോടൊപ്പം ദിയാദനം, മോചനം, അനുബന്ധ നിയമ നടപടിക്രമങ്ങൾ എന്നിവയ്ക്ക് സർക്കാരിൻ്റെ ഡിപ്ലോമാറ്റിക് ചാനലുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള നീക്കങ്ങളാണ് ആവശ്യമെന്നാണ് കാന്തപുരത്തിൻ്റെ ഓഫീസ് വ്യക്തമാക്കുന്നത്. യമൻ പൗരനായ തലാൽ അബ്ദുൽ മഹദിയെ കൊലപ്പെടുത്തിയ കേസിൽ 2017 മുതൽ ജയിലിലാണ് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിയായ നിമിഷപ്രിയ. ജൂലൈ 16-ന് നിമിഷപ്രിയയുടെ വധശിക്ഷ നടത്തുമെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ വധശിക്ഷ നീട്ടിവെച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങി. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിന് പിന്നാലെയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട അനൗദ്യോഗിക ചർച്ചകൾക്ക് തുടക്കമായത്. യമനിലെ പ്രമുഖ സൂഫി പണ്ഡിതനായ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹബീദുൽ വിഷയത്തിൽ ഇടപെട്ടതോടുകൂടിയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കുന്നതിനുള്ള അനൗദ്യോഗിക ചർച്ചകൾ യമനിൽ ആരംഭിച്ചത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.